പള്ളി നല്ല ദൂരത്തായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം നടന്ന് വേണമായിരുന്നു പോകാൻ. ആദ്യമൊക്കെ ടാക്സിയിൽ പോകുമായിരുന്നു. പിന്നെ ആ ടാക്സിയുടെ ഇൻസിഡൻ്റ് ഉണ്ടായി, പിന്നെ പേടിയായിരുന്നു പോകാൻ. അപ്പം ഞാൻ നടന്ന് ആണ് 1.5 മണിക്കൂറോളം നടന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പോണ വഴിക്ക് തലയിലേക്കുള്ള ഒരു ഷോളൊക്കെ ഇട്ട്, ഒരു മാസ്കൊക്കെ ഇട്ടിട്ട് ഉറക്കെ ചൊല്ലിയത്. കാരണം റോഡിൽ കൂടെ അങ്ങനെ ആൾക്കാരൊന്നും നടക്കില്ലായിരുന്നു. അപ്പം ഞാൻ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഒരു ധൈര്യത്തിന് അങ്ങനെയായിരുന്നു നടന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു ചേച്ചി. പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാം ഹോസ്റ്റലിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് ചെയിൻ റോസറി ഒക്കെ ചൊല്ലുമായിരുന്നു. കരുണക്കൊന്ത, കുരിശിൻ്റെ വഴികൾ അങ്ങനെ ചൊല്ലും. കാരണം പുറത്ത് മൊത്തം വെടിവെക്കുന്നതിൻ്റെ സൗണ്ടും ബോംബും, ആ സൗണ്ട് ഭയാനകമായിരുന്നു ചേച്ചി. അത് കേൾക്കും ഞങ്ങൾ ആകെ പേടിച്ച് കരഞ്ഞ് ആകെ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ ഒത്തിരിയേറെ ബലപ്പെടുത്തി ചേച്ചി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 ക്രിസ്ത്യൻസ് അല്ലാത്ത സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കണ്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേച്ചി.